ടിക്കി ടാക്ക ഈ വർഷം റിലീസിനെത്താനിരിക്കുന്ന ചിത്രങ്ങളിൽ മോസ്റ്റ് അവൈറ്റിംഗ് ലിസ്റ്റിൽ ഒരെണ്ണം ടിക്കി ടാക്ക എന്ന ചിത്രമാണ്. ഇത് ഭയങ്കര വലിയൊരു പടം തന്നെയാണ്. വമ്പൻ ഹൈപ്പിലും ബഡ്ജറ്റിലും വന്ന സിനിമകളൊക്കെ ഇപ്പോൾ പൊട്ടുന്ന സമയമായതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് എന്തുകൊണ്ടാണ് ഇത്ര എക്സ്പെക്ടേഷനും ഹൈപ്പും കിട്ടിയെന്നുള്ള കുറച്ച് കാരണങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആസിഫ് അലി അങ്ങനെ സിനിമ ഇപ്പോൾ ഇന്റർവ്യൂലൊക്കെ വന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ഈ സിനിമ ഇന്ന വലിയ സിനിമയായിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും ഞാൻ പറയുന്ന അങ്ങനെ കണ്ടിട്ടില്ല. ഇനിയും പറഞ്ഞിട്ടുണ്ടെന്നും അറിയില്ല. പക്ഷെ ഞാൻ കണ്ടത് വെച്ച് ആസിഫ് അലി അങ്ങനെ സ്വന്തം സിനിമേൻ്റെ അത്ര വലിയ സിനിമയാണ്, ഇന്ന ഹൈപ്പാണെന്നൊന്നും അങ്ങനെ ഇരുന്ന് നേരത്തെ വന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ പ്രൊമോഷൻ ആ സമയത്ത് പറയുന്നതല്ലാതെ ഇപ്പോൾ ഷൂട്ട് പോലും തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നത് ഞാൻ കേട്ടില്ല. പക്ഷേ ടിക്കി ടാക്ക എന്ന ചിത്രത്തെക്കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു KGF സിനിമയായിട്ട് കണക്കാക്കുന്ന ഒരു ചിത്രമാണ് ടിക്കി ടാക്ക എന്നാണ്. അന്ന് ഞാൻ ഈ ഒരു കാര്യം കേട്ടപ്പോൾ പോലും KGF സിനിമയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അത്രയും ലെവലിൽ വരുന്നൊരു പടമാണ് ടിക്കി ടാക്ക എന്ന് തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്നൊരു ഗ്ലിംസ് എങ്ങാണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത്. ബട്ട് എനിക്ക് ആ ഗ്ലിംസ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് KGF സിനിമയൊക്കെ ആയിട്ട് പറയാനുള്ളതുണ്ടോ എന്നൊക്കെ തന്നെ ഞാൻ അന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് തെറ്റിയെന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയ ടൈമാണ്. ഞെട്ടിയെന്ന് പറഞ്ഞാൽ അത് ആ ഒരു രീതിയിലുള്ള ഫസ്റ്റ് ലുക്ക് നമ്മുടെ മലയാളത്തിൽ ഇതുവരെയായിട്ട് പുറത്തിറങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ രീതിയിലുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു കിഡിലും ഐറ്റം ചിത്രത്തിലെ ടീം അങ്ങ് പുറത്ത് വിട്ടു. അതോടെ തന്നെ മനസ്സിലായി പണിയറിയാവുന്ന പുള്ളി തന്നെയാണ് ചിത്രത്തിലെ ഡയറക്ടർ എന്നും ആസിഫ് അലിയുടെ വരാനിരിക്കുന്ന ഒരു വമ്പൻ പടം തന്നെയാണ് ടിക്കി ടാക്ക എന്നും. ചിത്രത്തിലെ ഡയറക്ടർ പലർക്കും അറിയാനുള്ള ചാൻസ് തന്നെ കാണുന്നുണ്ട്. ടോവിനോയുടെ കള എന്ന ചിത്രത്തിലെ ഡയറക്ടർ രോഹിത് VS ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തിന് ഭയങ്കര രീതിയിലുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇത് ഈ ഒരു ചിത്രത്തിൻ്റെ ആക്ഷൻ സീക്വൻസിൻ്റെ ഒരു ഷൂട്ട് എടുക്കുന്ന ടൈമിലായിരുന്നു ആസിഫ് അലിക്ക് കാലിലൊക്കെ ഒരു ഇഞ്ചുറി ആയിരുന്നു സംഭവിച്ചിട്ടുള്ളത്. അത് വലിയൊരു ഇഞ്ചുറി തന്നെയായിരുന്നു. പിന്നെ ഷൂട്ട് കുറേ നാൾ ബ്രേക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഏകദേശം ഒന്ന് സെറ്റായ സമയത്തിന് ആസിഫ് അലിക്ക് പിന്നെ ഈ ഒരു ചിത്രത്തിലൂടെ ജോയിൻ ചെയ്യാം. പക്ഷേ പുള്ളിയുടെ ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഒന്നുകൂടെ ഒന്ന് ബിൽഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി പിന്നെ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് കാലൊക്കെ ഒന്ന് ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകില്ല. കാരണം എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് ആ ഒരു ചിത്രത്തിൽ വരുമെന്ന് ഉറപ്പുള്ളൊരു ചിത്രമാണ്. അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറവ് ആ ഒരു ചിത്രത്തിൽ വരരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളൊന്ന് പ്രോപ്പറായി സെറ്റ് ആയതിനു ശേഷമേ ഈ ഒരു ചിത്രത്തിലോട്ട് പോകുമെന്ന് അതിലൂടെ തന്നെ മനസ്സിലാവും പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ഈ ഒരു ചിത്രത്തിലുള്ള. അപ്പോൾ പുള്ളിക്ക് കിടിലം ഒരു കോൺഫിഡൻസ് ഉള്ളൊരു ചിത്രമാണ്. കൂടാതെ പണി അറിയാവുന്ന ഒരു ഡയറക്ടർ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടെന്ന് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന് റീസെൻ്റ്ലി വരുന്ന പോസ്റ്റേഴ്സ് വഴി തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആ ലെവലിൽ വരുന്ന ഒരു ചിത്രത്തിന് നമ്മളും കൂടെ നല്ലൊരു പുഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മോളിവുഡിലെ അടുത്തൊരു വലിയൊരു ഹിറ്റിൻ്റെ ചാൻസ് ഉള്ള ചിത്രമായിട്ടാണ് ഈ ഒരു ചിത്രത്തെ കണക്കാക്കുന്നത്. എനിക്ക് ഈ ഒരു ചിത്രം കാണാൻ ഇത്രയും വലിയ എക്സൈറ്റ്മെൻറ്റിന് തന്നെ കാരണം ആസിഫ് അലിയുടെ അങ്ങനെ ഈ രീതിയിലുള്ള ഒരു ഹൈ ലെവലിൽ ഒരു ഹൈ വോൾട്ടേജ് രീതിയിൽ നിൽക്കുന്ന ഒരു മാസ് എന്റർടൈനറോ അല്ലെങ്കിൽ ഒരു ഹൈ ആക്ഷൻ സിനിമയോ കണ്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അതുപോലൊരു ഹൈ വോൾട്ടേജ് സിനിമ വരുമ്പോൾ പുള്ളിയുടെ ആ ഒരു പുള്ളിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയും പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ തന്നെ ഉണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന ജൂൺ മാസമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ചിലവരൊക്കെ തന്നെ ആ ഒരു പോസ്റ്ററിനെ ട്രോളിൽ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ മോളിവുഡിനെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചിത്രമായിട്ടൊക്കെ തന്നെ കണക്കാക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ആ ഒരു പോസ്റ്ററൊക്കെ തന്നെ അതിൽ കിടിലമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ അന്യഭാഷയിൽ കാണുന്ന വമ്പൻ ചിത്രങ്ങളുടെ പോസ്റ്ററുമായിട്ട് ഞെട്ടുന്ന മാത്രം പോലും നമ്മുടെ മലയാളത്തിലും ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ചിത്രം വരുമ്പോൾ നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുത്താലേ അതിന് നല്ലൊരു ഔട്ട്പുട്ടിന് അവരും കൂടുതൽ ട്രൈ ചെയ്യുകയും നമ്മളൊന്ന് പുഷ് ചെയ്ത് ഈ ഒരു സിനിമയെ വലിയ രീതിയിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ വലിയ എന്ന് പറഞ്ഞാൽ സിനിമകൾക്കുള്ള സ്കോപ്പും കൂട്ടാൻ വേണ്ടി വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിനിപ്പോൾ ടിക്കി ടാക്ക പോലെ തന്നെ അതേ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ചിത്രമായിട്ടാണ് അയാം ഗെയിമിനെയും കണക്കാക്കുന്നത്. കാരണം അയാം ഗെയിമും ഒരു ലാർജർ ദാൻ ലൈഫ് സ്കെയിൽ സിനിമകളാണ്. ടിക്കി ടാക്ക ആയാലും അയാം ഗെയിം ഒക്കെ സിനിമയായാലും ഈ ഒരു രണ്ട് ചിത്രങ്ങൾക്കും പണിയറിയാവുന്ന ഡയറക്ടറാണ്. അവരെടുത്ത രീതിയും കൂടെ സെറ്റ് ആകുകയാണെങ്കിൽ വമ്പൻ മോളിവുഡിന് കിട്ടാൻ പോകുന്ന അടുത്തൊരു വലിയ ഹിറ്റ് തന്നെയായിരിക്കും ടിക്കി ടാക്കയും കൂടാതെ അയാം ഗെയിമും. ഇപ്പൊ നമ്മുടെ ടോപ്പിക്ക് ടിക്കി ടാക്ക ആയതുകൊണ്ട് ഇതിലോട്ട് തന്നെ വരികയാണ്. ചിത്രത്തിന്റെ ഹൈപ്പിനെ ഒപ്പമുള്ള ആ ഒരു ഹൈപ്പിനെ ബാലൻസ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ചില അപ്ഡേറ്റ് ആയിരുന്നു ഈ ഒരു ചിത്രം നെസ്ലിനും ലുക്മാനും ഒക്കെ ഉണ്ടെന്ന്. കൂടാതെ സംഗീതമൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ ഉണ്ട്. ഇതൊരു ലാർജ് സ്കെയിലുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. ആ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് നല്ലൊരു ഔട്ട് വരുന്ന പോസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഇപ്പോഴും പുറത്തിറങ്ങുന്നുണ്ട്. നല്ല ക്വാളിറ്റി പോസ്റ്റേഴ്സും നല്ലൊരു പ്രതീക്ഷ നൽകുന്ന പോസ്റ്റേഴ്സും നമ്മുടെ മലയാള ഇൻഡസ്ട്രി അങ്ങനെ വന്നിട്ടില്ലാത്ത ഒരു ടൈപ്പായിട്ടുള്ള ഒരു കിടില മേക്കിംഗ് സ്റ്റൈലും കൂടാതെ തന്നെ ഒരു കഥാ രീതിയൊക്കെ തന്നെ ഉണ്ടാകുകയാണെങ്കിൽ കിടിലം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ബട്ട് നമ്മൾ എല്ലാ സിനിമയിലെയും കണ്ടന്റ് വൈസ് അല്ലെങ്കിൽ കണ്ടന്റ് വൈസ് മാത്രം നോക്കി പോകരുതെന്നേ പറയത്തുള്ളൂ. കാരണം അന്യഭാഷയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞാൽ പക്ക മാസിന് വേണ്ടി മാത്രം ഇമോഷനോ കാര്യങ്ങളോ ഒന്നും അവർ ചെറുതായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ രീതിയൊന്നും അവർ ശ്രദ്ധിക്കാതെ പക്ക മാസ് മാത്രം ആ ഒരു ചിത്രം എന്റർടൈൻമെന്റിന് വേണ്ടി എടുക്കുന്നത്. പക്ഷെ നമ്മുടെ മലയാളത്തിലുള്ളത് അങ്ങനെയല്ല. പക്ക മാസ് സിനിമ എടുത്തായാലും ഇപ്പോൾ എന്റർടൈൻമെന്റ് സ്പൂഫ് അങ്ങനെ എടുത്താൽ പോലും അവരതിൽ ഒരു കോർ ഇമോഷന് അതിന് അറ്റാച്ച് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ ചില സിനിമയിൽ അത് വർക്കാവും, ചിലത് അത് വർക്കാകത്തില്ല. ചില സിനിമകളിലൊക്കെ അതുപോലുള്ള എന്റർടൈൻമെന്റ് മാസ് പരിപാടി സിനിമകളിലൊക്കെ ഒരു പോർഷനിൽ നല്ല ആ ഒരു ഇമോഷൻ നല്ല രീതിയിൽ തന്നെ വർക്കാവുകയാണെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. പക്ഷേ
ആ ഒരു ഇമോഷനെ ചിലപ്പോൾ എന്നെ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ പാളിപ്പോലെ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് തോന്നിയാൽ പോലും ആ ഒരു സിനിമയ്ക്ക് ഭയങ്കര പ്രശ്നമാവും. നമ്മളെ മലയാള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും ആ ഒരു സിനിമയിൽ ഒരു ഇമോഷൻ കോർ തന്നെ പ്രതീക്ഷിക്കും. ചില സിനിമയിൽ അത് വർക്കാവും, ചിലത് വർക്കാകത്തില്ല. ചിലപ്പോൾ വർക്കാകാത്ത സിനിമയിൽ നമ്മളത് വീണ്ടും കുത്തിക്കയറ്റേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ അതേ രീതിയിൽ പോവുകയാണെങ്കിൽ തന്നെ കിടിലമായിട്ട് വരും. ഇപ്പോൾ വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു ആവേശം എന്ന ചിത്രം. അതിൽ ആ ഒരു ഇമോഷൻ കോറിനെ കിടിലൻ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും വർക്കായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലൊരു മാസ് ആക്ഷൻ എൻ്റർടൈനർ ആ ഒരു പേസിൽ തന്നെ കഥ പറഞ്ഞു പോവുകയാണെങ്കിൽ കിടിലും ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവും. അല്ലാതെ വേറെ രീതിയിൽ കഥ പറഞ്ഞു പോയി അല്ലെങ്കിൽ ആ ഒരു റൂട്ട് മാറ്റുകയാണെങ്കിലാണ് ചിലപ്പോൾ പലർക്കും നിരാശയായി പോകുന്നത്. എന്തായാലും ഇതുവരെയായിട്ട് വന്നിട്ടുള്ള പോസ്റ്റേഴ്സും ഒക്കെ വേസ് അപ്ഡേറ്റ് ഒക്കെ വേസ് നല്ല രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ഒരു കിടിലും ഔട്ടും കൂടി ഈ ഒരു ചിത്രത്തിന് കിട്ടുകയാണെങ്കിൽ തിയേറ്ററിൽ വലിയൊരു വിജയമാകാൻ ചാൻസ് ഉള്ള ഒരു ചിത്രമായിട്ട് തന്നെയാണ് ആസിഫലിയുടെ ടിക്കറ്റ് എന്ന ചിത്രത്തെ കണക്കാക്കുന്നത്. ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷനും അഭിപ്രായങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായും കമന്റ് ചെയ്യുക.